ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തെങ്കിലും മനസ്സിലായ ആ ഷമീർ സാർ എടുത്തതിനൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഞാൻ ആരോടാ പറഞ്ഞത് ഇപ്പൊ ഇത്ര നേരം? ഞാൻ പറഞ്ഞോന്ന് എന്നോടല്ലേ? എന്താ നീ പോവാ കല്യാണക്കാരെ ആലോചിച്ചിരിക്കുക? ഇക്കൊന്നിനൊരു മൂടില്ലടി. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ സംസാരിക്കാം. എന്നാ പോയോ? ഇനി പറയും. എടി ഇന്നലെ ബ്രോക്കർ വന്നിട്ട് എന്നെ കണ്ടുപോവൊക്കെ ചെയ്ത്. പിന്നെ ഓൻക്കാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കൊടുത്തിക്കണ്. അപ്പൊ ഓനക്ക് പറ്റീന്നാ പറഞ്ഞു. ഇനി 4 ദിവസം കഴിഞ്ഞാലും ഓൻ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ആങ്ങൾക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിക്കണ് ഇങ്ങനെ വരുന്നുണ്ട്, കല്യാണം നടത്തണം എന്നൊക്കെ. ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ഒരു പൊറത്തുമില്ല. ഇക്കാണെന്നുണ്ടെങ്കിൽ ഇക്കാനെ മറക്കാനും പറ്റുന്നില്ലേടി. എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്ക്. ബാക്കിയൊക്കെ വഴിയെ വരുന്ന പോലല്ലേ. പിന്നെ എന്തായാലും പഠിക്കാൻ അവര് സമ്മതിച്ചിക്കണല്ലോ. ജോബൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്തൊക്കെയായാലും ഈ അതൊക്കെ വിട്. കല്യാണം കഴിഞ്ഞ 1 മാസമൊക്കെ ആവുമ്പോ ശരിയാവും. അയാള് എന്റെ ഇക്കാനെ പോലെ സ്നേഹിക്കാൻ നോക്ക്. എന്തായാലും എല്ലാരും ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാനായിട്ട് ഒന്നിനെതിരെ നിക്കണൊന്നുമില്ല. ഈ പെണ്ണ് എവിടെ? ഇത്ര സമയായി, 5 മണിയായല്ലോ. എന്നിട്ട് ഈ കുട്ടിനെ കാണാനില്ല. 4 മണിയാകുമ്പോ ക്ലാസ് ചെയ്യണാണല്ലോ. വിളിച്ചോക്ക. ഫോൺ അടിക്കണ്ട്. ഹലോ. ആ കുട്ടി ജി എവിടെ? എത്ര നേരായി? ആ ക്ലാസ് കഴിഞ്ഞു. ഇജ്ജ് ആരപ്പാണ്? ഞാന് സനന്റെ ഒപ്പം ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാണ്. എന്തേ? ആ ഇജ് വേഗം ഇങ്ങോട്ട് വായോ. അധികം നേരൊന്നും ഞാൻ അവിടെ ഇരിക്കല്ല. നേരെ എത്ര അയക്കണ വെച്ചിട്ടാ? ഇജ് സനയുടെ അടുത്ത് ഫോണൊന്ന് കൊടുത്താ? ആ അപ്പൊ കൊടുക്കാം. ഇന്ന് അമ്മയാണ്. ഹലോ. ആ സനേ, ജോളെത്തുന്നൊന്ന് മാറി നിന്നാ. എന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ ഞാൻ ഇവിടുന്ന് മാറി. പറയുമ്മ. ആ പിന്നെ അനക്കറിയില്ല ഇപ്പൊ ഓളെ കല്യാണക്കാര്യൊക്കെ. അപ്പൊ ഇജ്ജൊന്ന് ഓളോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കട്ടാ. ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണുണ്ട്. അവള് ഇക്കാനെ മറക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ ഞാൻ അവളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണുണ്ട്. ഓള് സമ്മതിച്ചിക്കണ്. തന്നെ? ആ ഞങ്ങൾക്ക് വലിയ സന്തോഷായി എന്റെ കുട്ടി അതിന് സമ്മതിച്ചപ്പോ. ഞാൻ ഓളെ ഒരു തരത്തിലൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ഓളോട് മരിക്കാൻ പോവാണെന്ന് അങ്ങനെയൊന്നും പറയാൻ നിക്കണ്ട. അവൾക്ക് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമാണ്. ഇല്ല, ഞാൻ അപ്പത്തെ അതിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ഓളോട്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓള് ഇതിന് സമ്മതിച്ചല്ലോ. ഞാന് പിന്നെ ഇനി സംസാരിക്കണ്ട. ഓള് ഇങ്ങനെ ശ്രദ്ധിക്കണ്ട്. ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കല്ലേ. അത് ടെൻഷൻ ഒന്നും ആവണ്ട. ഒക്കെ ശരിയായിക്കോളും. എന്നാ ശരി. ആയിക്കോട്ടെ. എന്നാലായിക്കോട്ടെ. ഇജ്ജെന്നാ പിന്നെ വിളിച്ചാ മതി. എന്നാ ഇനി വേഗം പോരാൻ നോക്കി എന്തായാലും. ശരി. ഇപ്പോഴാ ഒരു സമാധാനായത്. എന്റെ കുട്ടി അതിനൊന്ന് സമ്മതിച്ചല്ലോ എന്തായാലും. ഇപ്പൊ ഓരോട് വരാൻ പറയണം. പെണ്ണിന്റെ മനസ്സൊക്കെ മാറണതിന്റെ മുന്നേ. കുട്ടി വരുമ്പോഴത്തേനും തുള്ളി ചായന്റെ വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. എന്താടി ഉമ്മ പറയണേ? ഒന്നുമില്ലടി. ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായില്ലേ. എന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ്. നേരെ ഒരുപാടായില്ലേ. നമുക്കൊന്ന് പോവാൻ നോക്കിയാലോ?
കുട്ടി വരുമ്പോ എന്തോന്നാണ് മുറിച്ചക്ക. നല്ല ഇഷ്ടാണിത്. ആണ് തിന്നോളൂ എന്തായാലും. ഉമ്മ ആ ഇജ്ജ് വന്നാ? സന പോയാ? പോയി. ഇനിയിപ്പൊ എന്തായാലും ഇനി പെരുന്നാളായിട്ട് 2 ദിവസം ക്ലാസ് ഇല്ലല്ലോ അല്ലെ? അതുകൊണ്ട് കൂടിയേക്കാരം രണ്ടാളും കൂടി. അതുകൊണ്ട് തന്നെ ഇനി 2 ദിവസം ക്ലാസ് ഇല്ല. ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അത് കുടിച്ചോ. പിന്നെ അനക്ക് ഏറ്റവും ഇഷ്ടല്ലേ ഓമക്കായ. അപ്പൊ ഞാൻ അതും ഉണ്ട് മുറിച്ചെക്കണ്, പഴുത്തുക്കണ്. നമ്മളെ മരത്തുമ്മ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് ഞാൻ പൊട്ടിച്ച്. ചെറുതാണ് പക്ഷെ മൂത്തുക്കണ്. ഉമ്മാടെ കുട്ടി ഇത് വന്ന് തിന്നോളൂ. നല്ല ഇഷ്ടല്ലേ എനക്കിത്. ആ തൊണ്ണും കുപ്പായൊക്കെ ഒന്നാണ് കഴിച്ചിട്ടിട്ട് വായോ. എന്റെ കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. പാവം ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ നല്ലപോലെ തിന്നാണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് ആ മുഖത്തെ ക്ഷീണം ഇതൊക്കെ ഒന്നാണ് മാറ്റണം.